നമസ്കാരം. KCVയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് KPCC മെമ്പറും അതുപോലെ തന്നെ കോതമംഗലം നഗരസഭയിൽ 37 വർഷം കൗൺസിലറുമായിരുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് ശ്രീ AG ജോർജാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് എന്തൊക്കെ കാഴ്ചപ്പാടുകളാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ, ഏതാണ്ട് 4-5 ദിവസങ്ങൾ മാത്രമാണുള്ളത്. കോൺഗ്രസ് എങ്ങനെയാണ് പൊതുവെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? കേരളത്തിൽ മൊത്തത്തിൽ ആണെങ്കിൽ തന്നെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ കാര്യമാണെങ്കിലും വളരെ നല്ല പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതിൻ്റെ കാരണം കഴിഞ്ഞ ഒരു 10 വർഷത്തെ സംസ്ഥാന ഭരണവും ഈ 5 വർഷം നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സർക്കാരിൻ്റെ അവഗണനയും ഒട്ടനവധി ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജനങ്ങൾക്കും അവരുടെ ഒരു വീടിൻ്റെ ഒരു ഭാഗം പോലെയാണ്. എല്ലാ കാര്യത്തിലും ആശ്രയിക്കേണ്ട ഒരു സ്ഥാപനമാണ് തദ്ദേശ പഞ്ചായത്തുകളും അതുപോലെ മുനിസിപ്പാലിറ്റി. അപ്പോൾ ആ ഒരു സംഗതികൾ അവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾക്കാൾ ഉപരി ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. കെട്ടിട നിർമ്മാണത്തിനാണെങ്കിലും ഏതെങ്കിലും ബിസിനസ് തുടങ്ങാനാണെങ്കിലും എല്ലാം സമീപിക്കേണ്ട ഒരു അടിസ്ഥാന ഓഫീസ് അതാണ്. പിന്നെ അതൊരു മാരുതി നടന്നാൽ രജിസ്ട്രേഷൻ ഏറ്റവും സൗകര്യം അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് ബന്ധപ്പെടേണ്ടായ സംഗതികൾ ഒട്ടനവധിയുണ്ട്. തന്നെയല്ല, വികസന കാര്യത്തിൽ വളരെ വളരെ പിന്നോക്കം പോയിട്ടുള്ള ഒരു 5 വർഷമായിരുന്നു കഴിഞ്ഞ ഒരു 5 വർഷം. അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിൽ മൊത്തത്തിലുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളെല്ലാം തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തത് ഈ പ്രാവശ്യമെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള നല്ല ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. പിന്നെ കോതമംഗലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കോതമംഗലത്തിൻ്റെ എല്ലാം മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ KPCC ഈ പ്രാവശ്യം നിർദ്ദേശം ഈ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പ്രതിനിധിയായിരിക്കണം സ്ഥാനാർത്ഥിക്ക് എന്ന് തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം ഞങ്ങൾ കോൺഗ്രസിൽ വലിയ ഒരു വ്യത്യാസം വരുത്തി. കാരണം കഴിഞ്ഞ കാലഘട്ടത്തിലെല്ലാം തന്നെ ഏത് വാർഡ് എടുത്താലും റിബലുകൾ വരുമായിരുന്നു. ഇപ്പോൾ വാർഡ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനപ്രകാരം ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ റിബലുകളില്ല. അഥവാ റിബലുണ്ടായാൽ തന്നെ അത് ആ വാർഡ് കമ്മിറ്റികളിലെ പ്രവർത്തകർ കൈകാര്യം ചെയ്യുമെന്ന് വെച്ചാൽ അവർ പറഞ്ഞ് മാറ്റുമ്പോൾ പിന്മാറ്റുകയും ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം റിബലുകൾ തീരെയില്ല. കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെയാണ്, പ്രത്യേകിച്ച് കോതമംഗലത്തിൽ. അപ്പോൾ ആ ഒരു പ്രവർത്തനം, ആ ഒരു നിർദ്ദേശം ഞങ്ങളുടെ ഈ തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ തന്നെയല്ല, ഞങ്ങൾക്ക് ഒരു വർഷം മുമ്പ് തന്നെ ഇനിയൊരു ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത 5-6 മാസം കഴിയുമ്പോഴത്തേക്കും അടുത്ത വർഷം നടക്കും. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം, അതിൻ്റെ ഒരു എൻട്രൻസാണ് ഈ പറയുന്ന സംഗതി, പ്രവർത്തനത്തിൻ്റെ ഒരു എൻട്രൻസാണ്. അപ്പോൾ ആ ഒരു പ്രവേശനം കുറച്ച് ഭംഗിയായിട്ട് തീർന്നാൽ മാത്രമാണ് ഞങ്ങൾക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മേൽക്കേൽക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വാർഡുകളിലും നമ്മളുടേതായ രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ആ ഭാഗത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അസംബ്ലി തെരഞ്ഞെടുപ്പാണെങ്കിലും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നമുക്ക് പ്രവർത്തകർ കിട്ടും. അപ്പോൾ ഒരു തടസ്സങ്ങൾ ആ ഭാഗത്തിൽ ഗ്രാസ് റൂട്ടിലുള്ള പ്രവർത്തകരെ കിട്ടാനാണ് ഏതെങ്കിലും ഇതുപോലെ പ്രയാസപ്പെടുന്ന പാർട്ടികളെല്ലാം. അത് കോൺഗ്രസിന് ആവശ്യം പോലുണ്ട്. പക്ഷേ അത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നേരാവണ്ണം അതിനുള്ള ഡയറക്ഷനിൽ കൂടി പോയിട്ടില്ലാത്തതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് ഈ പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ഒരു വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമീകരണമാണ് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും സുപ്രധാന ഘട്ടം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാർഡിൽ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ 100, 150, 200 വരെ പേര് ചേർക്കാനുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയവർ അങ്ങനെയുള്ള ആൾക്കാർ വെട്ടി മാറ്റാനുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ലൊരു ക്രമീകരണം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നു. അപ്പോൾ അത് തന്നെ വലിയൊരു പ്രാധാന്യമാണ്. 10, 30, 40 വോട്ടിനൊക്കെ ജയിക്കുന്ന രീതിയിലേക്കുള്ള വാർഡുകളെല്ലാം തന്നെ. അപ്പോൾ ഇത്രമാത്രം ഒരു പുതിയ ആൾക്കാർ കയറി വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വിജയത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ മൊത്തം എല്ലായിടത്തും ഉണ്ട്. അതുപോലെ കോതമംഗലത്ത് വളരെ ശക്തിയായിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ആ പ്രവർത്തികൾ വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ കോതമംഗലം മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് 33 വാർഡുകളാണുള്ളത്. അതിനകത്ത് ഏകദേശം 9 വാർഡുകൾ ഘടകകക്ഷികൾക്ക് കൊടുത്തിട്ടുണ്ട്. 5 വാർഡുകൾ എന്ന് വെച്ചാൽ ജോസഫ് ഗ്രൂപ്പിന് 6 എണ്ണം,
ജേക്കബിന് 2 മുസ്ലിം ലീഗിന് 1, അങ്ങനെ 9 വാർഡ് കഴിച്ചു. ബാക്കിയുള്ള വാർഡുകൾ 23 വാർഡുകളെല്ലാം നമ്മൾ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ പ്രകാരം ഏകദേശം ഒരു 20 മുകളിൽ 25 താഴെ അല്ലാത്ത രീതിയിലേക്കുള്ള വാർഡുകൾ കോതമംഗലത്ത് കിട്ടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുപോലെ ഞങ്ങൾ പഞ്ചായത്തുകളും തീരെ മോശമല്ല. പഞ്ചായത്തുകൾ തന്നെ ഇതുപോലെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ട്. ഒത്തൊരുമയോടുകൂടിയുള്ളൊരു ഒരു പ്രവർത്തനമാണ് ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. വളരെ ശക്തമായ രീതിയിലേക്കുള്ള ഒരു നേതൃത്വം ബ്ലോക്ക് കമ്മിറ്റികൾക്ക് ഉള്ളതുകൊണ്ട് ആ കാര്യത്തിലെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ ശുഭപ്രതീക്ഷയാണ് എല്ലാ പഞ്ചായത്തുകളും, മിക്കവാറും പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു വിജയം കരസ്ഥമാക്കാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. താങ്കളിപ്പോൾ പറഞ്ഞ അതിനോട് അനുബന്ധപ്പെട്ട ഒരു ചോദ്യം, ഇപ്പോൾ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ചിലയിടങ്ങളിലെങ്കിലും ഈ റിബൽ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തരായ ചില സ്ഥാനാർത്ഥികളെങ്കിലും റിബലായിട്ട് വരുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിലുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ചില സമയത്തെങ്കിലും അതിനെ ഒരു സ്വാധീനിക്കാറുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാവശ്യം ഒരു 85-90% സ്ഥാനാർത്ഥികൾ അവിടെ യുനാനിമസ് ആയിട്ട് വാർഡ് കമ്മിറ്റി തിരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ട്. വളരെ ചുരുക്കം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റാത്ത രീതിയായിരുന്നു അത്. അപ്പോൾ ചുരുക്കം ചില സ്ഥലങ്ങളിലുണ്ടായിട്ടുണ്ട്. അതിൽ ഒരു 85% ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. അല്ലാതെ കുറച്ചെണ്ണം ബാക്കിയുണ്ട്. അതിപ്പം വളരെ ചുരുങ്ങിയ ഒരു ശതമാനം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ നമ്മളൊരു വിജയത്തെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കോതമംഗലത്തേക്ക് വരികയാണെങ്കിൽ, കോതമംഗലം മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഒരു സമയത്ത് UDFൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. അത് ഒരു സമയത്ത് 1-2 തവണ മറ്റോ വളരെ കുറച്ചു കാലത്തേക്കെങ്കിലും അത് LDFൻ്റെ ഒരു മണ്ഡലമായ കുത്തകയായിട്ട് അല്ലെങ്കിൽ LDFൻ്റെ കയ്യിലായി. ഇത്തവണ കോതമംഗലം മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ താങ്കളിപ്പോൾ പങ്കുവച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള അടുത്ത 5 വർഷം കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ഒരു വികസനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അങ്ങയുടെ കാഴ്ചപ്പാട്? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, എൻ്റെ ഒരു കഴിഞ്ഞ പ്രവർത്തന ഒരു രീതി വെച്ചിട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ UDFൻ്റെ കാലഘട്ടത്തിൽ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു വികസനങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളാണിവിടെ ക്രിമിറ്റോറിയം തുടങ്ങി വയ്ക്കാനായിട്ട് സ്ഥലമെടുത്തു. ആ സ്ഥലമെടുത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിന് മറ്റു പല രീതിയിലേക്കും ഇടതുപക്ഷം നിന്നത് എതിർത്തത് നടത്താൻ പറ്റിയില്ല. അതുപോലെ തന്നെ ടൗൺ ഹാളിന് വേണ്ടിയിട്ട് പാലം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക പണി നമ്മൾ ആരംഭിച്ചു. ആ പ്രാഥമിക പണി ആരംഭിച്ചപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ സഹിതമുള്ള മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ അത് തടഞ്ഞു. കാരണം ഞങ്ങൾ JCB കയറ്റുന്നതിന് വേണ്ടിയിട്ട് കുരിപ്പാലത്തിന് കുറുകെ ഒരു ബണ്ടുണ്ടാക്കി അത് വെള്ളം പോകാനുള്ള വലിയ ടാങ്ക് കുടലുകളൊക്കെ കൊണ്ടിട്ട് ഫിറ്റ് ചെയ്ത് JCB അവിടെ കയറ്റിയതാണ്. ആ പ്രവർത്തനമാണ് അത് തടസ്സപ്പെടുത്തിയത്. അത് ഞങ്ങൾ തുടങ്ങാനുള്ള കാരണം 1,75,00,000 രൂപ ഞങ്ങൾക്കന്ന് MLA ഫണ്ടിൽ നിന്ന്, ഞങ്ങളുടെ ഭരണമായിരുന്നു, MLA ഫണ്ടിൽ നിന്ന് നമുക്ക് അനുവദിച്ചു. അപ്പോൾ പാലം പണിയുന്നതിനുള്ള മുഴുവൻ തുകയും അതിനകത്തുണ്ടായിരുന്നു. അത് അങ്ങനെ ടൗൺ ഹാളിൻ്റെ പണി വെച്ചു, ക്രിമിറ്റോറിയത്തിൻ്റെ പണി അങ്ങനെ അവസാനിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ടൗൺ ഹാളിൽ നമ്മൾ വേറെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് മുകളിലുള്ള തടിയിരിപ്പ്. ഈ കോതമംഗലത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള തടിയിരിപ്പോ അത് അവിടെ നിന്ന് മാറ്റിയിട്ട് അത് മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല രീതിയിലൊരു സ്റ്റേഡിയം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ തീരുമാനിച്ചു. ഒരു പൊതുയോഗം നടത്തുന്ന കോതമംഗലത്ത് സ്ഥലമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമവുമായിട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് ഉമ്മൻചാണ്ടി സാറ് ആ തടി ഡിപ്പോ മറ്റു ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ തലക്കോടും ഇവിടെ എല്ലാം തടിപ്പോളുണ്ട്. അപ്പോൾ അത് മാറ്റുന്നതിൽ തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് 1.5 ഏക്കർ സ്ഥലം ഞങ്ങളുടെ ഭാഗത്തേക്ക് കിട്ടത്തക്ക രീതിയിൽ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭരണം മാറി കഴിയുമ്പോൾ നേരെ ഈ ഇടതുപക്ഷ സർക്കാർ അത് ഫോറസ്റ്റിന് വിട്ടുകൊടുത്തു. അപ്പോൾ അങ്ങനെ ഈ കോതമംഗലത്തിൻ്റെ ഹൃദയഭാഗത്ത് തടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് വികസനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അങ്ങനെയുള്ള പരിപാടി. അപ്പോൾ ഈ 2-3 പ്രധാന പോയിന്റുകൾ ആണ് നമ്മൾ അത് നടത്തി പോയായിരുന്നെങ്കിൽ ഇന്ന് കോതമംഗലത്തിന് മോശമായി മാറി. എന്ന് വെച്ചാൽ ഒരു ടൗൺ ഹാൾ ഉണ്ടാവും, പരിപാടികൾ നടത്തുന്ന ടൗൺ ഹാൾ ഉണ്ടാവും. ക്രിമിറ്റോറിയം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം നമ്മുടെ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും എല്ലാം അവർക്ക് അവരുടേതായ രീതിയിലൊക്കെ സൗകര്യങ്ങളുണ്ട്. ഹിന്ദുസ് എന്ന് പറയപ്പെടുന്നവർക്ക് അവർക്ക് അങ്ങനെ ഒരു സൗകര്യം ഇല്ലാത്തപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത നമുക്കുള്ളതാണ്. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് തകർത്ത് കളഞ്ഞത്. ഈ ടൗൺ ഹാൾ അതുപോലെ തന്നെ പോയി. അതുപോലെ തന്നെ ഈ ഒരു യോഗ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം വെച്ചത്. യോഗ നടത്താൻ ഒരു സ്ഥലമില്ല. കാരണം ഇപ്പോൾ ഹൈക്കോടതി തീരുമാനപ്പെടുന്ന ഒരു സ്ഥലത്തും യോഗ നടത്താൻ പാടില്ല. ഗാന്ധി സ്ക്വയർ കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ അവർ സ്റ്റേ മേടിച്ചു. അവിടെ 10 ആളിൽ കൂടുതൽ അവിടെ ഇരിക്കാൻ പാടില്ല. കോതമംഗലത്ത് ഒരു സ്ഥലത്തും നിൽക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനൊരു സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി അപ്പോൾ കോതമംഗലത്തിൻ്റെ ഒരു സമഗ്ര വികസനം മുന്നിൽ കണ്ടുകൊണ്ട് UDF ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ തകർത്ത് കളയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഭാഗത്തുനിന്നുണ്ടായത്. കോതമംഗലത്തിൻ്റെ വികസനത്തെക്കുറിച്ച് അങ്ങയുടെ സ്വപ്നം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ കോതമംഗലത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു 3-4 ഞാൻ പറഞ്ഞല്ലോ. ആ പറഞ്ഞ UDFൻ്റെ കാലഘട്ടം വരുവാണ്, ഞങ്ങളുടെ ഭരണം കൂടെ വരുവാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് നടക്കും. കാരണം ടൗൺ ഹാൾ വരും, ക്രിമിറ്റോറിയം വരും, അതുപോലെ തന്നെ നമുക്ക് ഒരു യോഗങ്ങൾ നടത്തുന്നുള്ള ഓഡിറ്റോറിയം വരും, അങ്ങനെ എല്ലാം വരും. അത് തന്നെ അപ്പോൾ പൊതുജനങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കും. ഇപ്പോൾ അതിനുള്ള സാധ്യത ഒന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ അത് നടക്കും. പിന്നെ തന്നെ ഒരു സ്പോർട്സിൻ്റെ ഒരു കേന്ദ്രമാണ് നമ്മുടെ കോതമംഗലം. ഒട്ടനവധി സ്കൂളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ സ്കൂളുകൾക്കൊക്കെ ഉള്ള ഒരുപാട് സംഗതികൾ ഞങ്ങളുടെ സർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ, അത് മുനിസിപ്പാലിറ്റിയെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, സർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനും നല്ല രീതിയിലുള്ളൊരു ഗ്രൗണ്ട് ഇവിടെ ഇല്ല. എന്തുമാത്രം പരിശീലനം നടത്താനുള്ള സൗകര്യങ്ങളുള്ള നടത്തേണ്ട സ്ഥലമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഗ്രൗണ്ടുകളും കാര്യങ്ങളും മോഡേണൈസ്ഡ് ഗ്രൗണ്ട്, ഇപ്പോഴത്തെ ചുമ്മാ ഗ്രൗണ്ടല്ല, മോഡേണൈസ്ഡ് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുന്ന 2-3 ഗ്രൗണ്ടുകൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ. അതുപോലെ ചേലാട് ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് കാട് പിടിച്ചെടുക്കുന്നു. അതുപോലെ MA കോളേജിൽ ആവശ്യം പോലെ സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊക്കെ നല്ല ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മിക്കവാറും ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലുള്ള എല്ലാ പരിപാടികളും, സംസ്ഥാനത്തുള്ള പരിപാടികളും എല്ലാം നടക്കുന്നത് MA കോളേജ് ഗ്രൗണ്ടിലാണ്. അതൊക്കെ അത് ഭംഗിയായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും ഈ സർക്കാർ ചെയ്തിട്ടില്ല. സർക്കാർ ചെയ്യാന്ന് സർക്കാരിൻ്റെ ഈ ഒരു 10 കൊല്ലത്തെ ഭരണം ജനജീവിതത്തെ തീർത്തും പുറകോട്ടടിച്ചൊരു ഭരണമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രീതിയും കാര്യങ്ങളും അവരുടെ ഭരണരീതിയും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ടിങ്ങിൻ്റെ വെട്ടിക്കുറയ്ക്കലും എല്ലാം ഈ സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന, അത് സാധാരണ ജീവിതത്തെ ബാധിക്കുന്നത്. കാരണം അവരൊക്കെ നിരന്തരം ബന്ധപ്പെടുന്ന രീതിയിലേക്കും ബന്ധപ്പെടേണ്ടതുമായ ഓഫീസുകളും കാര്യങ്ങളും സംവിധാനങ്ങളുമാണ് ഈ പറയുന്നതല്ല. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനലായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഇതിൽ ഞങ്ങൾ ശക്തമായി വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൗണ്ട് വർക്ക് ഉണ്ടല്ലോ, അത് വളരെ ഭംഗിയായി തീരും. അതുവഴി ഞങ്ങളുടെ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും വളരെ ശക്തമാക്കി തീർക്കാനായിട്ട് പറ്റും. ഇപ്രാവശ്യം ഭരണം കിട്ടത്തക്ക രീതിയിലുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യപടിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതിൽ കഴിഞ്ഞ് 2-3-4 മാസം കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ വളരെ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം ജനങ്ങളെ കാഴ്ചവെക്കാനും ഞങ്ങൾ ഭരണം പിടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ നിർദ്ദേശങ്ങൾ KPC തന്ന പ്രകാരം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിജയിക്കും, സംശയത്തെ. നമ്മളോടൊപ്പം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളും പങ്കുവച്ചത് കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് അതുപോലെ തന്നെ KPC മെമ്പറുമായിട്ടുള്ള ശ്രീ AG ജോർജാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. KCB യുടെ ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.